മതി സാറേ, പുതിയ തലമുറയിൽ കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നില്ലേ, ഈ മയക്കുമരുന്ന് കൊണ്ടും പല ഈ വഴിതെറ്റി പോകുന്ന കാര്യങ്ങളൊക്കെ. കല കൊണ്ട് നമുക്ക് എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ സാധിക്കുക? ഒന്ന്, പിന്നെ മ്യൂസിക്കിന് അതിന് വലിയൊരു സ്ഥാനമുണ്ട്. കാരണം ഡോപ്പമിൻ വർധനവിന് വേണ്ടിയിട്ടാണ് ലഹരി അധികമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ആ ഡോപ്പമിൻ വർധനവ് കൊണ്ട് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് യുവസമൂഹവും അല്ലാത്ത സമൂഹമൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ഡോപ്പമിൻ നമുക്ക് വർദ്ധിപ്പിക്കാൻ കല കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. അതിന് ഒന്ന്, നമ്മുടെ നാട്ടിലെ ശുദ്ധസംഗീതം കുട്ടികൾക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അതുകൂടാതെ ഇത്തരത്തിലുള്ള സംഗീത ഉപകരണങ്ങൾ കുട്ടികളെ നന്നായി പരിശീലിപ്പിക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റിക്കകത്ത് ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് കൈമോശം വന്നു പോയിട്ടുണ്ട്. അതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഈ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള ഈ ലഹരി മരുന്നുകളുടെ ഉപയോഗവും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പുതിയൊരു സമൂഹം നമുക്കിവിടെ വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് നോക്കണം, അതിന് പരിശീലിപ്പിക്കണം. അതിന് സ്കൂളുകളിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെയുള്ള പരിശീലനങ്ങൾ ആരംഭിക്കണം. എന്നിട്ട് കുട്ടികളെ കലയുടെ ഇതിലേക്ക് കൊണ്ടുവരണം. കാരണം കലയ്ക്ക് ആബ്സെൻറ്റ് മൈൻഡ് പറ്റില്ല, ഒരു ലൈവ് മൈൻഡായിരിക്കണം. അപ്പോൾ ആ ലൈവ് മൈൻഡ് അവരിൽ സൃഷ്ടിച്ചെടുക്കണം. ഓരോ നൊട്ടേഷൻ്റെ കൂടെയും വായിക്കാൻ പറ്റണം. അപ്പോൾ അതിന് പാട്ടുകൾ സഹായിക്കും, സംഗീത ഉപകരണങ്ങൾ അവരെ സഹായിക്കും. ലോകത്തൊക്കെ അങ്ങനെയുണ്ട്, അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അങ്ങോട്ട് ആയിക്കോളും. ഇത് ലഹരിയാവും, ഈ സംഗീത ഉപകരണങ്ങൾ ലഹരിയായിട്ട് മാറും. അപ്പം അങ്ങനെ ഇപ്പോൾ പാട്ട് പാടാൻ കഴിവില്ലാത്ത ആളാണെന്ന് ചോദിച്ചോ, അയാൾക്ക് പ്ലേ ചെയ്യാൻ പറ്റുമല്ലോ, ഈ ഉപകരണങ്ങൾ പ്ലേ ചെയ്യാൻ പറ്റും. അതെല്ലാ ഉപകരണങ്ങളും എന്നല്ല, അവർക്ക് പറ്റുന്ന ഉപകരണങ്ങൾ അവർ കണ്ടെത്തുക. എന്നിട്ട് സംഗീതത്തിൻ്റെ കൂടെ യാത്രയായിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ലഹരിയൊക്കെ ഒരു പാഴ്വസ്തുവായിട്ട് മാറും. അതാണ്.